അതിന്റെ എന്താണ് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞത്? കുട്ട വന്ന നടിമാരെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് നടിമാരെവിടെ? റണ്ണിങ് സ്റ്റാർ ഷൈൻ ചേട്ടൻ. ഷൈൻ ചേട്ടാ, നിക്ക് ചേട്ടാ. എന്താണ് അതിൻ്റെ പ്രശ്നം? ആരെങ്കിലും ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഓടാണോ? ചേട്ടന് അപകടം പറ്റിയെന്ന് പറഞ്ഞു, പിന്നെ ഒന്നും നോക്കില്ല, ഒരൊറ്റ ഓട്ടമായിരുന്നു. ആൾക്കാർ ഇമോഷണൽ ആക്കാണ്ട് ഒന്ന് പോടാ അവിടെ നിന്ന്. ചേട്ടാ, പൊന്നു ചേട്ടാ, എന്താ ചേട്ടാ പോടാ ഒരുമാതിരി. എൻ്റെ സൈഡ് കേൾക്കാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെങ്കിലും നീയെങ്കിലും വന്നല്ലോടാ. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടാ ഒന്ന് പറ. എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ സിനിമക്കാരുടെ പേരിലാ. ലോകമഹായുദ്ധം ഉണ്ടായതും ആദവും ഓവയും പ്രശ്നം ഉണ്ടായതും മുതലെല്ലാം സിനിമ കണ്ടിട്ടാന്നാ പറയുന്നത്. സിനിമ കണ്ട് വഴിതെറ്റാൻ പൂക്കികളുടെ ജീവിതം പിന്നെയും ബാക്കി. എന്താണെങ്കിലും കുറ്റം പറയാനുള്ള ആൾക്കാരുണ്ടല്ലോ കുറച്ചില്ലേ. കുറ്റമാണെങ്കിലും ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടല്ലോ. ബാക്കി അടുത്ത ലൊക്കേഷൻ പറയാം. എനിക്ക് ഓടാൻ സമയമായടാ. എൻ്റെ പൊന്നിയേട്ടാ നിക്ക് ചേട്ടാ, പോടാ പോടാ. എൻ്റെ ചേട്ടാ, ചേട്ടനെ എനിക്ക് മനസ്സിലാവും. ആക്ടർ ഷുഡ് ട്രാവൽ അലോൺ ആൻഡ് ഓൾ വേ. എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കണം എന്നാ പറയാ. ചേട്ടാ എന്താ ശരിക്കും എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കണം എന്നാ പറയാ. ചേട്ടാ പിന്നെ അടിച്ച് ഫിറ്റായ ഒരു സീനാണ് അഭിനയിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയാണ് ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്? തീപ്പെട്ടി കത്തിക്കാറിയില്ലാന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഓ, തീപ്പെട്ടി കത്തിച്ച കാര്യം നടക്കുമോ? തീപ്പെട്ടി കത്തിക്കാൻ എനിക്കറിയാലോ. തീപ്പെട്ടി ഞാൻ കത്തിച്ച് കാണിക്കാം. കഞ്ചാവ് അടിച്ചിട്ട് ഉള്ള സീനുകളില് തല കുത്തിക്കാൻ പറയണത്. നിങ്ങൾ കഞ്ചാവ് അടിച്ചാൽ പിന്നെ തല കുത്താണ്ട് മറിയോ? അതിന്റെ എന്താണ് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കൊടുക്കണം. ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലെന്നേ. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? എന്നാലും ഇതിനൊക്കെ ഒരു രസമുണ്ട്. എല്ലാവരും അറിയുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടാവുണ്ടെങ്കിലും. ബുദ്ധിമുട്ടുണ്ടെങ്കിലും നാലാൾ അറിയുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, സ്നേഹം കൊണ്ടല്ലേ. ആ, സ്നേഹം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. സ്നേഹത്തിൽ എന്തും സഹിക്കാം. സ്നേഹം ഇല്ലാതെ ചെയ്യരുത്. അവസാനമായിട്ട് ഷൈൻ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാനാടാ. അപ്പൊ എല്ലാത്തിനും നന്ദി.